നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിധിയെഴുത്തിന് പിന്നാലെ കേരളം ആർക്കൊപ്പം നിൽക്കും അതറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണമെന്ന ചർച്ചകൾ ഒരു വശത്ത്, മറുവശത്ത് കൃത്യമായ രാഷ്ട്രീയ വിശകലനങ്ങളും നിരീക്ഷണങ്ങളുമായി ചാനൽ ചർച്ചകൾ, സമൂഹ മാധ്യമ കുറിപ്പുകളൊക്കെ സജീവമായിരിക്കുകയാണ്. ഇതിനിടയിൽ CP റാഷിദ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. CP റാഷിദിന്റെ തെരഞ്ഞെടുപ്പ് നിരീക്ഷണങ്ങൾ കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. കാരണം മുൻപ് നടത്തിയ പല പ്രവചനങ്ങളും കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇത്തവണ UDFന് മുൻതൂക്കം പ്രവചിക്കുകയാണ് റാഷിദ്. LDFന് പ്രതീക്ഷിച്ചത്രയില്ല, NDAയ്ക്കും പ്രതീക്ഷിക്കാനുണ്ട്. ഏതായാലും ആ രഹസ്യങ്ങൾ റാഷിദ് വെളിപ്പെടുത്തുമ്പോൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉറ്റുനോക്കുകയാണ്, ചർച്ചയാക്കുകയാണ്. ഇത്തവണ UDF 91 മുതൽ 102 വരെ, LDF 38 മുതൽ 48 വരെ, NDA 1 മുതൽ 3 വരെ. പ്രവചനത്തിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തി CP റാഷിദ്. പിന്നിട്ട തിരഞ്ഞെടുപ്പുകളുടെ പ്രവചനത്തിൽ പ്രീ പോൾ സർവേകൾക്കും എക്സിറ്റ് പോൾ സർവേകൾക്കും ഇടയിൽ കേരളം ശ്രദ്ധയോടെ നോക്കുന്ന ഒരു പേരുണ്ട്, CP റാഷിദ്. ചെറുതും വലുതുമായ 17 തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ മുൻകൂട്ടി പ്രവചനം നടത്തി അതിൽ പരമാവധി കൃത്യത ഉറപ്പിക്കുന്ന പ്രവചനങ്ങൾ നടത്തിയാണ് റാഷിദ് തെരഞ്ഞെടുപ്പുകളിലെ പ്രവചന സിംഹമാകുന്നത്. ഇത്തവണ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാഷിദിന്റെ പ്രവചനം ഇങ്ങനെയാണ്: UDF 91 മുതൽ 102 സീറ്റ് വരെ, അതായത് 41.5% മുതൽ 45% വോട്ട് വിഹിതം. LDF 38 മുതൽ 48 സീറ്റ് വരെ, 36.5% മുതൽ 39.5% വോട്ടുകൾ. NDA 1 മുതൽ 3 സീറ്റ്, 14% മുതൽ 17% വോട്ട് വരെ. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 62 മുതൽ 65 സീറ്റ്, BJP 5 മുതൽ 8 സീറ്റ് നേടുമെന്നായിരുന്നു റാഷിദിന്റെ പ്രവചനം. കോൺഗ്രസിനുള്ള സീറ്റെണ്ണം പറയാതെ സമൂഹ മാധ്യമത്തിൽ 2 കൂപ്പുകയായിരുന്നു അവിടെ സൂചിപ്പിച്ചത്. ഫലം വന്നപ്പോൾ ആം ആദ്മി പാർട്ടി 62, BJP 8, കോൺഗ്രസ് 0. 2021 ക്യാപ്റ്റന് സെഞ്ചുറി എന്ന 3-ാം തീയതിയിലെ പത്രങ്ങളിൽ തലക്കെട്ട് വരുമെന്നായിരുന്നു പോളിംഗ് ദിനത്തിന് തൊട്ട് പിന്നാലെ റാഷിദ് കുറിച്ചത്. സീറ്റെണ്ണം പ്രവചിച്ചത് LDF 96 മുതൽ 104 വരെ, UDF 35 മുതൽ 43 വരെ, മറ്റുള്ളവർ 1 മുതൽ 4 എന്നിങ്ങനെ. ഫലം വന്നപ്പോൾ LDF നേടിയത് 99 സീറ്റും UDF 41 സീറ്റും. 2023 പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു റാഷിദിന്റെ മറ്റൊരു ഞെട്ടിക്കൽ പ്രവചനം. UDF 57 മുതൽ 62.5% വോട്ട് വിഹിതം നേടുമെന്നും LDFന്റെ വോട്ട് ശതമാനം 31 മുതൽ 36% വരെയാകാമെന്നുമായിരുന്നു റാഷിദിന്റെ പ്രവചനം. സഹതാപവും ഭരണവിരുദ്ധ വികാരവും ഒരുപോലെ പെട്ടിയിലായതിനാൽ ചാണ്ടി ഉമ്മൻ 31,500 മുതൽ 39,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഒരു പടി കൂടി കടന്ന റാഷിദ് സമൂഹ മാധ്യമത്തിൽ നൽകിയ കുറിപ്പിൽ രേഖപ്പെടുത്തി. ഫലം പ്രഖ്യാപിച്ചപ്പോൾ UDFന് വേണ്ടി മത്സരിച്ച കോൺഗ്രസിലെ ചാണ്ടി ഉമ്മൻ നേടിയത് 61.38% വോട്ട്. CPMലെ ജെയ്ക്ക് M തോമസ് 32.49% വോട്ടും BJPയിലെ G ലിജിൻലാൽ 5.02% വോട്ട് നേടി. ഭൂരിപക്ഷത്തിലാണ് റാഷിദിന്റെ പ്രവചനത്തിൽ നാട് വീണ്ടും ഞെട്ടിയത്. ചാണ്ടി ഉമ്മൻ നേടിയത് 37,719 വോട്ടിന്റെ ലീഡ്. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാഷിദിന്റെ പ്രവചനം കോൺഗ്രസ് 129, 142, BJP 61 മുതൽ 76, JDS 17, 24, മറ്റുള്ളവർ 0 മുതൽ 3 വരെ എന്നായിരുന്നു. ഫലമെത്തിയപ്പോൾ കോൺഗ്രസ് 135, BJP 66, JDS 19 എന്നിങ്ങനെ. 2023 തെലങ്കാന, രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തെലങ്കാനയിൽ കോൺഗ്രസ് 63-72, BRS 39-48, BJP 3-7, AIMIM 6-8 എന്ന് പ്രവചിച്ചപ്പോൾ വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസ് നേടിയത് 64, BRS 39, BJP 8, AIMIM 7. രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ BJP 119, 131, കോൺഗ്രസ് 59 മുതൽ 70 വരെ, മറ്റുള്ളവർ 11-18 എന്നായിരുന്നു റാഷിദിന്റെ പ്രവചനം. ഫലം വന്നപ്പോൾ BJP 115, കോൺഗ്രസ് 70. ഏറെക്കുറെ ഒത്തുപോകുന്ന ഇത്തരം പ്രവചനങ്ങൾക്കായി പിന്തുടരുന്ന രീതികളും ഇത്തവണത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാഷിദിന്റെ പ്രവചനങ്ങളും ഒക്കെ ഇപ്പോൾ ചർച്ചയാവുകയാണ്.